എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപഴമായാലും നേന്ത്രപ്പഴമായാലും ചില സമയത്ത് ഇങ്ങനെ പഴുത്ത് കറുത്തൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നാറുണ്ട്. ആ സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ലൊരു പാൻകേക്കാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ടോ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അവരൊക്കെ പഴം കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുപഴമാണെങ്കിൽ 2 എടുത്തോളൂ. അപ്പോൾ ഈ ഒരു അളവിന് അത്രയും മതിയാവും. അപ്പോൾ ഞാനത് ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലേക്ക് ഇടുകയാണേ. ഇനി ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ സാധനങ്ങളിൽ ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3-4 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു സ്മെല്ലിന് കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ കുറച്ച് ഏലക്കായുടെ പൊടിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർക്കാം. അപ്പോൾ ഞാനിതിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഫുള്ളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൈദ ഫുള്ളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെ രണ്ടും പകുതിയായിട്ടും എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഉരുക്കിയിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫൈനലായിട്ട് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ആ ഒരു ബാറ്റർ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നല്ല അടിപൊളി പാൻ കേക്കുകളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മാവ് ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് വരുന്നത് കാണാം, കണ്ടില്ലേ? ആ സമയത്ത് നമ്മളിത് മൂടി വയ്ക്കുക കേട്ടോ. അതിന് മുമ്പ് മൂടരുത്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. അപ്പോൾ ഇതേ കുറച്ചൊന്ന് കൂടുതലായിട്ടുണ്ട്. ഇത്രയ്ക്ക് ആവണേക്കാൾ മുന്നേ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ നോക്കാം. ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് തടവുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്ക് നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമായതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നെയ്യോ ബട്ടറോ തടവാട്ടോ. അപ്പോൾ ഈ ഒരു പാൻ കേക്ക് കൂടി വേവട്ടെ കേട്ടോ. കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും ഇവിടെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു കളറിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുക, കണ്ടില്ലേ? ഇനി ഇത് ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ടും കൂടെ കാണിച്ചു തരാമേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക്